നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീല, ഇന്നിപ്പോ രാവിലെ തന്നെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ആണ് കേരളത്തിലെ BJP സംസ്ഥാന അധ്യക്ഷൻ എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരുന്നു. ശ്രീല, നമ്മളിത് നേരത്തെ ചർച്ച ചെയ്തതുമാണ്. ശ്രീല വിശ്വസനീയമായ ഇടങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയെന്നും ശ്രീല നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ ഈ രാജീവ് ചന്ദ്രശേഖർ BJP നയിക്കാൻ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ BJP വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വളരെ മുന്നോട്ട് എത്തും എന്ന ഒരു പ്രതീക്ഷയാണോ ശ്രീലയ്ക്കുള്ളത്? തീർച്ചയായിട്ടും പ്രീത, 2-3 കാര്യം. ആദ്യം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞോളട്ടെ. എനിക്ക് ഏറ്റവും വ്യക്തിപരമായി ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഞാനൊരു ഗ്രൂപ്പിന്റെയും വക്താവല്ല, പക്ഷെ ഞാനൊരു ജേർണലിസ്റ്റ് ആണ്. അപ്പോ തീർച്ചയായിട്ടും ഞാൻ ഈ വാർത്ത BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറെ പരിഗണിക്കുന്നുണ്ട് എന്ന വാർത്ത, അല്ലെങ്കിൽ അദ്ദേഹമാകും, അമിത്ഷായുടെ പുതിയ തന്ത്രമാണത്, അദ്ദേഹത്തെ ആക്കും എന്ന തരത്തിലൊരു വാർത്ത ഏതാണ്ട് 2-2.5 മാസം മുമ്പ് ഭാരത് ലൈവ് ചാനലിലൂടെ തന്നെ പുറത്തുവിട്ടിരുന്നു. അന്ന് ചില ആൾക്കാരൊക്കെ വലിയ രീതിയിൽ സംസ്ഥാന പ്രസിഡന്റ് ആകാൻ കച്ചകെട്ടി ഇറങ്ങിയിരുന്നവരൊക്കെ PR ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാൻ ഈ വാർത്ത ചെയ്യുമ്പോൾ എനിക്ക് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ആ വാർത്തയുടെ അടിയിൽ മുഴുവൻ എനിക്ക് കുശുമ്പാണെന്നും, ഈ തള്ളയ്ക്ക് കുശുമ്പാണ്, ഈ തള്ളയ്ക്ക് കുഞ്ഞായ്മയാണ്, ഈ തള്ളയ്ക്ക് അവരോട് വൈരാഗ്യമാണെന്നൊക്കെ ഒരു മാധ്യമ പ്രവർത്തക വളരെ വിശ്വസനീയമായ ഒരു വാർത്ത പുറത്തു പറയുമ്പോൾ അതിനെ വ്യക്തിവൈരാഗ്യമായും അല്ലെങ്കിൽ എന്തോ വൈരാഗ്യമുണ്ട് എന്നൊക്കെ തരത്തിൽ പ്രചരിപ്പിക്കുകയായിരുന്നു അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കറിയാം, ഏതാണ്ട് നല്ലൊരു ശതമാനം ആൾക്കാർ BJPയുടെ പ്രവർത്തകരാണെന്ന്, ഒരു 10-60,000 പേര് കണ്ട ഒരു വാർത്തയായിരുന്നു അന്നാ ചെയ്തത്. അതിന്റെ താഴെ ഉടനീളം എനിക്ക് തെറിവിളിയായിരുന്നു എന്നുള്ളതാണ്. ഞാനൊരു വാർത്ത ചെയ്യുമ്പോൾ എന്റെ ശത്രുവാണെങ്കിൽ കൂടി ഞാൻ വ്യക്തിവൈരാഗ്യങ്ങൾ അങ്ങനെ വാർത്തയാക്കുക എന്റെ ലൈഫിൽ ഇന്ന് വരെ എനിക്ക് ആരോടെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടെങ്കിൽ അത് വാർത്തയായി എടുക്കുന്ന ഒരാളെ അല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് വാർത്ത ചെയ്യാൻ നിരവധി അവസരങ്ങൾ പലരെ കുറിച്ചും ഉണ്ടാകുമ്പോഴും വ്യക്തിവൈരാഗ്യം ഉണ്ടെങ്കിൽ ഒരിക്കലും വാർത്ത ചെയ്യരുത്, അതല്ല വാർത്ത എന്ന ഉത്തമ ബോധ്യമുള്ള ജേർണലിസം പഠിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്റെ വ്യക്തിവൈരാഗ്യങ്ങളൊന്നും ഞാൻ വാർത്തയാക്കാറില്ല, വാർത്തയിൽ അത്തരം പരാമർശങ്ങൾ നടത്താറുമില്ല വ്യക്തിവൈരാഗ്യവുമായി ബന്ധപ്പെട്ട്. ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായി എനിക്ക് മനസ്സിലായ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ എനിക്ക് അത്തരത്തിലുള്ള ചില സൂചനകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ എന്റെ സ്പെക്കുലേഷൻ ആണ് എന്ന് കൂട്ടിക്കൊള്ളൂ. എനിക്ക് ഈ വിഷയത്തിൽ ഏതാണ്ട് ഒരു 3 മാസം മുമ്പ് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ ഒരു അവസരം ലഭ്യമായിരുന്നു. ആ സമയത്ത് അദ്ദേഹവുമായി സംസാരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് അങ്ങോട്ട് ചോദിച്ചു, BJP സംസ്ഥാന പ്രസിഡന്റായി അങ്ങയെ പരിഗണിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പരിഗണിച്ചാലും തനിക്ക് താല്പര്യമില്ല എന്ന മട്ടിൽ തന്നെയായിരുന്നു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിന് കേരളത്തിലെ ആ സാഹചര്യവുമായി എത്തരത്തിൽ മെർജ് ചെയ്തു പോകാൻ കഴിയുമെന്നൊരു ആശങ്ക, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെയാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്. ഏതാണ് തെരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് ശേഷം ഒരു 1-1.5 ആഴ്ചയ്ക്ക് ശേഷം ഞാൻ ഡൽഹിയിൽ വെച്ച് അദ്ദേഹത്തിന് ഒന്ന് കണ്ടിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തോട് ഞാൻ പോയി, അദ്ദേഹത്തിന്റെ വസതിയിലാണ് പോയി കണ്ടത്. അപ്പൊ ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു ഇങ്ങനെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് താല്പര്യമില്ല എന്ന തരത്തിൽ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ആ ഫോക്കസിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് എന്റെ ഒരു ചോദ്യമാണ്. പക്ഷെ അദ്ദേഹം അന്നത് കാര്യമായി സമ്മതിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആ ഒരു ഫോക്കസിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായ സൂചനകളും പിന്നീട് പല ഘട്ടങ്ങളിൽ ലഭ്യമായിരുന്നു. അതിനിടയിൽ മറ്റു ചില പേരുകൾ കൂടി ഇതിനോടൊപ്പം ചേർത്തുകൊണ്ട് തന്നെ പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ആ കൺഫ്യൂഷൻസ് ഒക്കെ മാറിക്കൊണ്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അദ്ദേഹമാണ് സംസ്ഥാന പ്രസിഡന്റ് ആവുക തരത്തിൽ കൃത്യമായ വിവരം എനിക്ക് ലഭ്യമാവുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ, ക്ഷമിക്കുക, കേരളത്തിലെ വലിയ മാധ്യമ പ്രവർത്തകർ, അതായത് വളരെ സീനിയർ ചില പ്രവർത്തകരടക്കം എന്നോട് ാണ് എന്ന് ചോദിക്കാൻ ശ്രമം നടത്തി. അന്ന് ഞാൻ അത് ആരാണെന്ന് പറഞ്ഞിരുന്നില്ല. ആകട്ടെ അപ്പോൾ ഞാൻ വിവരങ്ങൾ പുറത്തു പറയാം എന്നാണ് പറഞ്ഞിരുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, വാർത്ത ആ സമയത്ത് ചെയ്യണ്ട, എനിക്കൊരു ഉറപ്പുള്ള വാർത്തയാണ്, അതുകൊണ്ട് തന്നെ. പക്ഷേ എങ്കിലും ആ വാർത്ത ആ സമയത്ത് ചെയ്യണ്ട എന്ന് ഞാൻ തീരുമാനിച്ചതിന്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട്. കാരണം കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ സർപ്രൈസ് എൻട്രിയായി അദ്ദേഹത്തെ ഇറക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഞാനായി അത് പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിലാണ് അദ്ദേഹത്തെ അഫക്ട് ചെയ്യുക എന്നൊരു ബോധ്യം കൂടി എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹമാണെന്ന് പറഞ്ഞില്ല. പലരും ചോദിക്കുമ്പോഴും പല ആൾക്കാരും എന്നോട് പല രീതിയിലുള്ള സംശയങ്ങൾ, പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. പല സംശയങ്ങൾ, അതായത് ഈ അശ്വമേധം കളിക്കുന്ന പോലെ തെക്കനാണോ വടക്കനാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ചില ആൾക്കാർ വിളിച്ചപ്പോൾ തെക്ക് നിന്നുള്ള ആളാണോ വടക്ക് നിന്നുള്ള ആളാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ചിലരോട് തെക്ക് നിന്നുള്ള ആളാണ്, ചിലരോട് വടക്ക് നിന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. എല്ലാം ശരി തന്നെയാണ്. അദ്ദേഹം തെക്കാണ് ഇപ്പോൾ വീട് വെച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത്. വടക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പാലക്കാടുകാരനാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിലുള്ള ആളാണോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാരവാഹിയായ ആളാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അദ്ദേഹം അടുത്ത കാലത്ത് കോർ കമ്മിറ്റിയിലുണ്ടെങ്കിലും ഞാൻ അതൊന്നും വിട്ടുകൊടുക്കാതെയാണ് പലപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നത്. എനിക്കത് വ്യക്തമായി തന്നെ അദ്ദേഹമാണ് എന്ന് വ്യക്തമായി തന്നെ അറിയാമായിരുന്നു. ഇന്നലെ
രാത്രി നമ്മൾ കൂടെ എടുത്ത വാർത്ത ഇന്ന് രാവിലെ പോയിട്ടുണ്ട്. ആ വാർത്തയിൽ ഞാൻ കൃത്യമായി പറയുന്നുണ്ട് അദ്ദേഹത്തിന് തന്നെയാണ് മുൻതൂക്കം എന്ന് ഞാൻ വളരെ കൃത്യമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോ പല ചാനലുകാരും അഭിപ്രായപ്പെടുന്നുണ്ട്, ഓരോ ചാനലുകളും അവരാണ് ബ്രേക്ക് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ക്രെഡിറ്റ് ആരെടുത്താലും 2 മാസം മുമ്പ് തന്നെ ഞാൻ ഈ വിഷയത്തിൽ വ്യക്തമായി തന്നെ അദ്ദേഹമാണ് ആരും ഈ വിഷയം ചർച്ച ചെയ്യാതിരുന്ന ആദ്യഘട്ടത്തിൽ അദ്ദേഹം അന്ന് ഒരാൾ പോലും രാജീവ് ചന്ദ്രശേഖറിന്റെ ഓപ്ഷൻ ആരും ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹമായി സംസ്ഥാന പ്രസ് 2 മാസങ്ങൾക്ക് മുമ്പ് ആ വാർത്തയുടെ ലിങ്ക് ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിട്ടിട്ടുണ്ട്. അപ്പോ തീർച്ചയായും അത്തരത്തിൽ അന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഏൽക്കേണ്ടി വന്ന തെറിവിളി ചില്ലറയല്ല. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഈ വിഷയത്തിൽ ഞാൻ പിന്നീട് എനിക്ക് കൃത്യമായ വിവരം ലഭിച്ചപ്പോഴും ആൾക്കാർക്ക് ഒരു സർപ്രൈസ് ആയി തന്നെ അവിടെ നിൽക്കട്ടെ എന്ന് തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയാണ്. പലരും എന്നോട് ആരാണെന്ന് ചോദിച്ചാൽ പറഞ്ഞില്ലേ മുതിർന്ന മാധ്യമ പ്രവർത്തകർ അടക്കം വിളിച്ച് ചോദിച്ചിരുന്നു. കാരണം ഞാൻ അത്യാവശ്യം എനിക്കറിയാം ഞാൻ ഇതുവരെ BJPയുടെ വാർത്തകൾ ചെയ്തിട്ടുള്ളതിലൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ലാത്ത വാർത്തകൾ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് കഴിഞ്ഞ കുറെ വർഷങ്ങളായി BJPയുടെ ബീറ്റ് നോക്കുന്ന കാലഘട്ടത്തിലുമൊക്കെ ഞാൻ വാർത്തകൾ തെറ്റാതെ ചെയ്യുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് BJPയുടെ ഇടയിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ പുറത്തു വരുന്നതുകൊണ്ട് തന്നെ BJPക്കാർക്ക് പലർക്കും എന്നോട് സംസ്ഥാന നേതൃത്വങ്ങൾക്കൊക്കെ പലപ്പോഴും എതിർപ്പുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ ചെയ്യുന്ന എന്റെ ജോലി എന്ന് പറയുമ്പോൾ ഞാനൊരു മാധ്യമ പ്രവർത്തകയായിരിക്കുമ്പോൾ വാർത്ത കൃത്യമായി നൽകുക എന്നുള്ള എന്റെ ജോലിയാണ് അന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ പേരിലൊക്കെ എന്നെ പല രീതിയിലും മാറ്റി നിർത്തുകയും BJP ഓഫീസിന്റെ മറ്റുള്ളവരെ വിളിക്കുമ്പോൾ എന്നെ വിളിക്കാതിരിക്കുമ്പോൾ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ വിഷയമാക്കുന്നില്ല. കാരണം ഞാൻ മാധ്യമ പ്രവർത്തകയായിരിക്കുമ്പോൾ 100% മാധ്യമ പ്രവർത്തകയാണ്. ഇനി പാർട്ടി പ്രവർത്തകയായാൽ 100% പാർട്ടി പ്രവർത്തക തന്നെയായിരിക്കും. അതാണ്. അല്ലാതെ ഇത്തരത്തിൽ എവിടെ നിന്നാലും അവിടെ ആത്മാർത്ഥത പുലർത്തി അവിടെ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വിഷയം നേരത്തെ കിട്ടിയിരുന്നത് തന്നെയാണ്. അപ്പൊ എനിക്ക് വ്യക്തിപരമായ സന്തോഷം എന്റെ വാർത്ത ശരിയായി എന്നുള്ളതിലാണ് ഏറ്റവും വ്യക്തിപരമായ സന്തോഷം. ഞാൻ കൊടുത്തൊരു വാർത്ത എല്ലാവരും എനിക്കെതിരെ വെല്ലുവിളിച്ച് തിരിഞ്ഞു നിന്നപ്പോഴും ആ വാർത്ത ശരിയായി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി എന്റെ വലിയ സന്തോഷങ്ങളിൽ ഒന്നാണ്. ഇനി അടുത്തത് BJPയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരൊക്കെ ഇപ്പോ പലരും പറയുന്നുണ്ട് ഇങ്ങനെ ഒരു നേതാവ് വന്നാൽ ഗ്രൗണ്ടിൽ പ്രശ്നമുണ്ടാകുമോ, പരിചയക്കുറവുണ്ടാകുമോ എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം വലിയൊരു ഇൻഡസ്ട്രിയെ നയിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു ബിസിനസ് ഇൻഡസ്ട്രിയെ എങ്ങനെ കൊണ്ടുപോകാമെന്ന് നമുക്കറിയാമല്ലോ. ഈ രാഷ്ട്രീയ പ്രവർത്തനവും ഇപ്പൊ ഏതാണ്ട് ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ സംഭവിച്ചതുപോലെ ആയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ആരാണ് കുതികാൽ വെട്ടുക, ആരാണ് പ്രശ്നം ഉണ്ടാക്കുക എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയല്ല നമ്മളൊക്കെ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ BJPയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുന്നത് വളരെ ബാലിശമായ ചോദ്യങ്ങളാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയുന്ന ഒരാളാണ്. അദ്ദേഹം ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരാൾ ചെന്നൊരു കാര്യം പറഞ്ഞാൽ ഏകപക്ഷീയമായി ആരുടെയെങ്കിലും പക്ഷം നിൽക്കാതെ ആ വിഷയത്തിൽ രണ്ടുപേരുടെയും ഭാഗം കേട്ടുകൊണ്ട് ഒരു തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ അതിൽ എന്താണ് സൊല്യൂഷൻ എന്ന് നോക്കി കണ്ടുപിടിക്കാൻ അറിയുന്ന ഒരാളാണ്. അതിലൊരു പ്രത്യേക ഉദാഹരണം തന്നെ പറയാം. അദ്ദേഹം കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഓരോ മാധ്യമ പ്രവർത്തകർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം കേരളത്തിലേക്ക് എത്തിച്ചേർന്നത് വളരെ താമസിച്ചാണ് തിരുവനന്തപുരത്ത് മത്സരിക്കാനായി. തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം എത്തിച്ചേർന്നപ്പോൾ പോലും ഒരു പ്രാവശ്യം കണ്ട മാധ്യമ പ്രവർത്തകരെ പോലും രണ്ടാമത് അദ്ദേഹത്തിന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ 10, 15, 20 കൊല്ലം മാധ്യമ പ്രവർത്തകരായി ഒരു കാലത്ത് ആരുമില്ലാതിരുന്ന കാലത്ത് മാധ്യമ പ്രവർത്തകരായിരുന്ന ഈ BJPയുടെ ബീറ്റൊക്കെ നോക്കിക്കൊണ്ടിരുന്ന മാധ്യമ പ്രവർത്തകരെ കണ്ടാൽ അറിയാത്തവരാണ് ഇന്ന് കേരളത്തിലെ പല ആൾക്കാരും. അന്നൊക്കെ വാർത്ത കൊടുക്കണേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്ന പലരെയും ഇപ്പോഴത്തെ വലിയ മാധ്യമ ഫോൺ എടുക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ തിരിച്ചറിയുകയൊന്നും ചെയ്യില്ല. കാലം മാറിയതിനനുസരിച്ച് അവരോടൊപ്പം കോലം കെട്ടുന്നവർക്ക് മാത്രമായി അവരുടെ ഒരു ഫോൺ കോൾ ആക്സസ് പോലും അത്തരക്കാർക്ക് ആയിരത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം മുൻവിധി ചോദിച്ചോളൂ. അതായത് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് പറയുമ്പോൾ തന്നെ പലരും ഉയർത്തുന്ന ഒരു സംശയമുണ്ട്. അദ്ദേഹം ആത്യന്തികമായ ഒരു ബിസിനസ് മാൻ ആണ്. അത് മാത്രമല്ല ഒരു അപ്പർ ക്ലാസ് ആൾക്കാരുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാളാണ്. ആ ഒരു ജീവിത ശൈലിയുള്ള ആളാണ്. അപ്പോൾ സാധാരണ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഉയർന്ന തലത്തിലുള്ളവർ മാത്രമല്ലല്ലോ, ആവറേജ് ആൾക്കാരും താഴെ തട്ടിലുള്ളവരെയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം സാധ്യമാകുമെന്നൊരു ആശങ്ക പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ തോന്നുന്നത്? പ്രീത, ഈ BJPയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് BJP ഒരു തുടർച്ചയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് എന്തെങ്കിലും തകരാറുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ജില്ലാ കമ്മിറ്റികളും ബാക്കിയുള്ള കമ്മിറ്റികളും മോണിറ്ററിംഗ് സംവിധാനവും ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പോ ഉള്ള പ്രവർത്തകരുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. അതുകൂടാതെ ഇപ്പൊ പറയുന്ന അപ്പർ ക്ലാസ് ആൾക്കാരാണ് എന്ന് പറയുന്നു. നമ്മൾ എങ്ങനെയാണ് ലോ ക്ലാസ് ആൾക്കാർക്ക് മാത്രമേ അവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ കഴിയുള്ളൂ എന്ന് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത്, അതായത് BJPയുടെ ഇത്രയും കാലത്തെ പ്രവർത്തനത്തിനിടയിൽ വന്നിട്ടുള്ള എല്ലാവരും അവരൊക്കെ ഏത് സാഹചര്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്? ഇപ്പോഴവരുടെ സാഹചര്യം എന്താണ്?
അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇദ്ദേഹം ഒരു ബിസിനസ്സിനെ, അതായത് ഇപ്പൊ ഒരു വ്യവസായം പോലെയാണ് ഈ രാഷ്ട്രീയമൊക്കെ. അതിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രമോദ് മഹാജൻ വന്ന കാലത്ത് എന്ത് മാറ്റമായിരുന്നു ഉണ്ടായിരുന്നത്. BK ശേഖർ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന കാലത്ത് വലിയ രീതിയിൽ ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മനസ്സാണ് പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. ഞാൻ രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിയെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ തിരുവനന്തപുരത്ത് നിന്ന് കണ്ടതാണ്. അപ്പൊ എനിക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും അദ്ദേഹം ഈ അപ്പർ ക്ലാസ്സുകാരെ മാത്രം മുൻനിർത്തിക്കൊണ്ട് പോകുന്ന ഒരാളാണ് എന്നൊരു ധാരണ എനിക്ക് ഉണ്ടായിട്ടില്ല. നമ്മൾ അദ്ദേഹത്തെ ഒരുപക്ഷെ, അല്ലെങ്കിൽ ജനങ്ങൾ ഒരുപക്ഷെ ആക്സസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു മറ്റുള്ള നേതാക്കന്മാരെക്കാൾ ഏറെ, ഞാൻ അവിടെ നിന്ന് പലപ്പോഴും കണ്ടിട്ടുണ്ട്, കേരളത്തിലെ നിലവിലുള്ള നേതാക്കന്മാരെക്കാൾ ഏറെ ആക്സസിബിൾ ആയ ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം ഇങ്ങനെ നടന്നു വരുമ്പോൾ തന്നെ കാണുന്ന എല്ലാവരെയും വിഷ് ചെയ്തും സംസാരിച്ചും ചിരിച്ചും വർത്തമാനം പറഞ്ഞും ഒക്കെ തന്നെയാണ് പോകുന്നത്. ഇപ്പോഴത്തെ BJP നേതാക്കന്മാരൊക്കെ എങ്ങനെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എനിക്ക് അക്കാര്യത്തിലൊക്കെ വലിയ വിയോജിപ്പുകൾ പലപ്പോഴും ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ചില നേതാക്കന്മാർ ഫോൺ എടുക്കാത്തതിനെ കുറിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല ആൾക്കാരും മാധ്യമപ്രവർത്തകരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ കേരളത്തിൽ ഞാൻ പണക്കാർക്കൊന്നും അല്ലെങ്കിൽ സാമ്പത്തികമായി നല്ല നിലയിലുള്ളവർക്കൊന്നും പാവങ്ങളെ കണ്ടാൽ തിരിച്ചറിയില്ല എന്ന് പറയുന്നതിന് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ തന്നെ പറയാലോ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തന്നെ പറയാൻ കഴിയും, ഞാൻ അത്യാവശ്യം സാമ്പത്തിക ബുദ്ധിമുട്ട് ഇല്ലാത്തൊരു വീട്ടിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. എനിക്ക് ആരെങ്കിലും ഒരാൾ സാമ്പത്തിക ബുദ്ധിമുട്ട് പറയാം, എന്റെ കൂടെയൊക്കെ ഉള്ള ആൾക്കാർ ആരെങ്കിലും കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കൊരു പാൻറ്റേ ഉള്ളായിരുന്നു അല്ലെങ്കിൽ ഒരു ഷർട്ടേ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറയും, ദേവി ഇത് എനിക്ക് അത് കേൾക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്ന ഒരാളാണ്. എനിക്കത് കേൾക്കാൻ പോലും, മറ്റൊരാളുടെ ദാരിദ്ര്യാവസ്ഥ കേൾക്കുമ്പോൾ സങ്കടം വരുന്ന ഒരാളാണ്. അവർക്ക് ഏതെങ്കിലും സഹായമുള്ളവർക്ക് എന്നാൽ കഴിയുന്ന സഹായം ആർക്കെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തികമായി നന്നായി ജീവിച്ചവർ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ജീവിച്ചവരൊക്കെ വലിയ കുഴപ്പക്കാരാണ്, അവരൊന്നും പാവങ്ങളെ കരുതില്ല എന്നൊക്കെ പറയുന്നത് വളരെ ഫോൾസായ ഒരു കൺസെപ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ യൂസഫ് അലി എത്രയോ പേർക്ക് സഹായം ചെയ്യുന്നു, ബിസിനസ്സുകാരൊക്കെ എത്രയോ പേർക്ക് സഹായം ചെയ്യുന്നവരാണ്. അവരൊക്കെ പണമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ കാശുകാരായതുകൊണ്ട് ആരെയും സഹായിക്കുന്നില്ല എന്നാണോ? അങ്ങനെയൊന്നുമല്ല. മനുഷ്യത്വം, ബേസിക് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ രാഷ്ട്രീയത്തിൽ ഹ്യൂമാനിറ്റിക്ക് സ്ഥാനമുണ്ടോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി ആണോ ആവശ്യം എന്നുള്ളതല്ലല്ലോ. ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നപ്പോൾ തന്നെ എത്ര പെട്ടെന്നാണ് ഓരോ കാര്യങ്ങൾക്കും അദ്ദേഹം എത്ര ചടുലമായാണ് ഓരോ കാര്യങ്ങളും നീക്കിയത്. അത് മാത്രമല്ല, കൂടുതൽ ജനങ്ങൾക്ക് ആക്സസ് ഉണ്ടാക്കാനും അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ പോയി കാര്യം സാധിക്കണമെങ്കിൽ അത് സാധിക്കാനും ഒക്കെ കഴിയുന്ന ഒരു നേതാവ് തന്നെയാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അദ്ദേഹം എവിടെയെങ്കിലും ഒരു വാക്ക് പറയുമ്പോൾ, ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണ്, അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ അല്ലെ അദ്ദേഹം ഒരു ബൈറ്റ് കൊടുക്കുമ്പോൾ അത് നമ്മൾ മാധ്യമപ്രവർത്തകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് അതിൽ ഒരു വാക്ക് പോലും എഡിറ്റ് ചെയ്ത് കളയാൻ പോലും ഇല്ലാത്ത രീതിയിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അവിടെയാണ് അത് കേരളത്തിൽ ചെയ്യുന്ന മറ്റൊരു നേതാവ് എന്ന് പറയുന്നത് MT രമേശാണ്. അതുപോലെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയി തന്നെ സംസാരിക്കുന്ന, രാഷ്ട്രീയത്തെ കുറിച്ച് അറിയുന്ന ഒരു ആളാണ് അദ്ദേഹം. ഒരു IT പ്രൊഫഷണൽ ആയി പോയി എന്നുള്ളത് കൊണ്ട് കേന്ദ്രമന്ത്രിയായിരുന്നു, അദ്ദേഹത്തിന് പ്രൊസീജിയർ അറിയാം. ബാക്കിയുള്ളവരൊന്നും ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു മന്ത്രിയോ ഒരു MLA അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാത്തവർക്കാണ് രാഷ്ട്രീയം അറിയുന്നത്, ഇദ്ദേഹത്തിനൊന്നും അറിയില്ല എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള ന്യായമാണ്? അത് മാത്രമല്ല, മറ്റൊരു ആരോപണം വരുന്നത് ഇദ്ദേഹം വളരെ ഡിപ്ലോമാറ്റിക് ആയി കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ എന്നാൽ കേരളത്തിന് ആവശ്യം പൊരുതുന്ന ഒരു നേതാവിനെയാണ് എന്നൊക്കെ ചിലർ വന്നിട്ട് എഴുതുന്നുണ്ട്. വായി വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെ എന്തും വിളിച്ചു പറയുന്നതാണോ രാഷ്ട്രീയം? അല്ലല്ലോ. അങ്ങനെ എന്തും പറയുക, ആരെയും എന്തും പറയുക, അതിന് തെളിവില്ലാത്ത കാര്യങ്ങൾ പറയുക, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക, ആൾക്കാരെ ആവേശം കൊള്ളിക്കുക എന്നുള്ളതല്ല രാഷ്ട്രീയം. ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ പത്രപ്രവർത്തകരായി നിൽക്കുമ്പോൾ നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിനും തെളിവുണ്ടെങ്കിൽ അത് കൃത്യമായി വരുവാണ്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാണ് ശരി അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയുള്ളവർക്കാണ് ഡിഫേമേഷൻ അടക്കമുള്ള കേസുകളും മറ്റും വരുന്നത് കൂടുതലായി. നമ്മൾ പറയുന്ന ഒരു കാര്യത്തിൽ നമുക്ക് കൃത്യമായ തെളിവുണ്ടെങ്കിൽ നമുക്ക് ആരെയും പേടിക്കേണ്ടതില്ല. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ആലോചിച്ച് നോക്കൂ, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യുമെന്നുള്ള ഉറപ്പ് അദ്ദേഹം നൽകുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, അദ്ദേഹം തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുമെന്ന് പറഞ്ഞ വാക്ക് അദ്ദേഹം പാലിച്ചിരിക്കുന്നു. ഒരു സംശയവും അതിനകത്തില്ല. അദ്ദേഹം കേരളത്തിൽ പ്രവർത്തനത്തിനെത്തുമെന്ന് പറഞ്ഞത് അദ്ദേഹം കേരളത്തിൽ പ്രവർത്തന രംഗത്ത് 6 ദിവസം ഉണ്ട്. അദ്ദേഹം കൃത്യമായി തന്നെ ആ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. നമ്മൾ എങ്ങനെയാണ് അദ്ദേഹം ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമ കൂടിയാണ്. ആ ബിസിനസ് സാമ്രാജ്യം എത്ര ഭംഗിയായും കൃത്യമായാണ് അദ്ദേഹം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവിടെ പോലും അദ്ദേഹം ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, നമുക്കൊക്കെ മേലധികാരികൾ പലരും ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ജോലി ചെയ്തിരുന്ന ചാനലുകളെ മേലധികാരികൾ എങ്ങനെയായിരുന്നു നമുക്കറിയാവുന്ന കാര്യമല്ലേ. അപ്പൊ അത്തരത്തിലുള്ള ടെൻഷനോ പ്രഷറുകളോ ഒന്നും മാധ്യമ പ്രവർത്തകർക്ക് കൊടുക്കാതെ പോകുന്ന ഒരാൾ,
അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ഒരാൾ. അദ്ദേഹം ഒരു തരത്തിലും പരാജയപ്പെടില്ല കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ BJPക്ക് ഇത് വലിയ തരത്തിലുള്ള ഗുണമുണ്ടാകുന്ന ഒരു തീരുമാനം തന്നെയാണ്. തൽക്കാലത്തെ ഗ്രൂപ്പിസം ഒക്കെ മറന്നുകൊണ്ട് അടുത്ത 2 തെരഞ്ഞെടുപ്പുകളിലൂടെ അദ്ദേഹത്തെ എല്ലാവരും പൊതുജനങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട്, ഇല്ല എന്നല്ല. പല ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, ഇതിൽ ഗ്രൂപ്പുകൾ അവിടെ പതുക്കെ പതുക്കെ പ്രശ്നങ്ങൾ തുടങ്ങും. പക്ഷെ ഗ്രൂപ്പുകൾ പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോഴും ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത്, ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അണികളാണ് ഇവിടെ പ്രശ്നത്തിന് പോകുന്നത്. നേതാക്കന്മാർ ഈ ഗ്രൂപ്പ് ഒന്നും പുറത്തു കാണിക്കാതെ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന് വേണ്ട അവസരങ്ങൾ വാങ്ങിയെടുക്കും. അതുകൊണ്ട് അണികൾ ഇതിലൊന്നും വീഴരുത്. അണികൾ BJPയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുൻപോട്ട് പോകണം. BJP ഗുണമുണ്ടാകും. തെരഞ്ഞെടുപ്പിൽ ശക്തമായ സാന്നിധ്യമാകാൻ കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണം. ആരാണോ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ളത് അദ്ദേഹത്തിന് ഒരു എതിരാളി എന്ന നിലയിൽ, അതായത് പിണറായി വിജയൻ ആണെങ്കിൽ അദ്ദേഹത്തിന് മുമ്പിൽ നിർത്താൻ കഴിയുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുമ്പിൽ അദ്ദേഹത്തെക്കാൾ മികച്ചൊരു സ്ഥാനാർത്ഥി രാഷ്ട്രീയ രംഗത്തുണ്ടെങ്കിലും മികച്ചൊരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ എന്ന രീതിയിലുള്ള ഒരു സംവിധാനം, ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി ആകാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആളെ മുന്നോട്ട് വെക്കാൻ കഴിയുന്ന കേരളത്തിലൊരു പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ തുറന്നു പറയാൻ കഴിയുന്ന ഒരു മറ്റ് സമ്മർദ്ദങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ ഒന്നും വേണ്ടാത്ത പ്രശ്നങ്ങളൊന്നും ഇടപെടേണ്ടാത്ത ഒരു നേതാവ് എന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖർ വളരെ ഗുണമുള്ള സ്ഥാനാർത്ഥി തന്നെ, ഒരു BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരാളാകും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, വളരെ കൃത്യമായി തന്നെ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് അണികൾ പ്രവർത്തിച്ച് ഈ BJP എന്ന് പറയുന്ന പാർട്ടിക്ക് ഗുണമുണ്ടാക്കുന്ന രീതിയിൽ അണികൾ പ്രവർത്തിക്കണം. നേതാക്കന്മാർ ഇപ്പോ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും പുറത്തു കാണിക്കില്ല, അണികളെ ചാടിക്കുകയല്ലാതെ നേതാക്കന്മാരുടെ വഴി നോക്കി പോകും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് ആവശ്യം നേതാക്കന്മാര് BJPക്ക് ഗുണം ചെയ്യുന്നവരെയാണ്. അത് നോക്കി മുന്നോട്ട് പോകുക.